കാർഷിക വാർത്തകൾ. ബീഹാറിന്റെ അഭിമാനമായ GI ടാഗ് നേടിയ ഷാഹി ലിച്ചി കടുത്ത പ്രതിസന്ധിയിൽ. കാലാവസ്ഥാ വ്യതിയാനവും കീടാക്രമണവും ചേർന്ന് ലിച്ചിത്തോട്ടങ്ങളിൽ വൻ നാശമാണ് വിതച്ചിരിക്കുന്നത്. ബീഹാറിലെ പ്രശസ്തമായ ഷാഹി ലിച്ചി ഇത്തവണ ഗുരുതര പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. പൂവിടാൻ ആവശ്യമായ തണുത്തതും വരണ്ടതുമായ ശൈത്യകാലം ലഭിക്കാതിരുന്നതോടെ മരങ്ങളിൽ പൂക്കൾക്ക് പകരം പുതിയ ഇലകളാണ് കൂടുതലായി വളർന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് ദുർബലമായ മരങ്ങളെ ലിച്ചി സ്റ്റിംഗ് ബഗ്, ഫ്ലവർ വെബ്ബർ എന്നീ കീടങ്ങളും വ്യാപകമായി ആക്രമിച്ചു. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലെ അകാല മഴയും മേഘാവൃതമായ കാലാവസ്ഥയും കീടശല്യം വർദ്ധിപ്പിച്ചു. ഏപ്രിലിലെ ഉയർന്ന താപനില കാരണം പഴങ്ങൾ പാകമാകുന്നതിന് മുമ്പേ കൊഴിഞ്ഞു വീണു. മുസാഫർപൂർ, വൈശാലി, വെസ്റ്റ് ചമ്പാരൻ തുടങ്ങിയ പ്രധാന ഉൽപ്പാദന മേഖലകളിൽ 70% വരെ വിളനാശമാണ് റിപ്പോർട്ട് ചെയ്തത്. പതിവായി ലഭിക്കുന്ന വിളവിന്റെ 30% മാത്രമാണ് ഇത്തവണ ലഭിച്ചതെന്ന് കർഷകർ പറയുന്നു. ഇന്ത്യയുടെ ലിച്ചി ഉൽപ്പാദനത്തിന്റെ 43% നൽകുന്ന ബീഹാറിലുണ്ടായ ഈ തിരിച്ചടി കർഷകരുടെ ഉപജീവനത്തെ വിപണിയും ഒരുപോലെ ബാധിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ചൈനയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യൻ അരി കയറ്റുമതിക്ക് പുതിയ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പുറത്തിറക്കി. ജൂൺ 9 മുതൽ പ്രാബല്യത്തിൽ വന്ന പുതിയ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം ചൈനയിലേക്ക് പോകുന്ന എല്ലാ അരി കയറ്റുമതി ചരക്കുകളും നിർബന്ധമായും GMO പരിശോധനയ്ക്ക് വിധേയമാക്കണം. ചൈനയുടെ കർശന നിലപാടിനെ തുടർന്ന് അരി കയറ്റുമതിയിൽ കൂടുതൽ നിയന്ത്രണങ്ങളുമായി അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രോഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി. ചൈനയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന എല്ലാ അരിച്ചരക്കുകളും ഇനി APEയുടെ അംഗീകൃത ലബോറട്ടറികളിൽ GMO പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നേടണം. GMO രഹിതമാണെന്ന് തെളിയിച്ച ശേഷമേ കയറ്റുമതിക്ക് അനുമതി ലഭിക്കൂ. ചൈനയ്ക്കായി അരി കയറ്റുമതി ചെയ്യാൻ ഡയറക്ടറേറ്റ് ഓഫ് പ്ലാന്റ് പ്രൊട്ടക്ഷൻ രജിസ്റ്റർ ചെയ്ത മില്ലുകളിൽ നിന്നുള്ള അരി മാത്രമേ ഉപയോഗിക്കാവൂ. കൂടാതെ ഫൈറ്റോ സാനിറ്ററി സർട്ടിഫിക്കറ്റും നിർബന്ധമാണ്. ആഫ്രിക്കൻ വിപണികളിൽ ഇറക്കുമതി നിയന്ത്രണങ്ങൾ ശക്തമായ സാഹചര്യത്തിൽ ഫിലിപ്പീൻസ്, ഇന്തോനേഷ്യ, ചൈന തുടങ്ങിയ വിപണികളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് APEDAയുടെ നീക്കം. 2025-26 സാമ്പത്തിക വർഷത്തിൽ ചൈനയിലേക്കുള്ള ഇന്ത്യൻ നോൺ ബസ്മതി അരി കയറ്റുമതി 3.15 ലക്ഷം ടൺ പിന്നിട്ട് വൻ വളർച്ച രേഖപ്പെടുത്തിയിരുന്നു. പുതിയ SOP ഈ വിപണി നിലനിർത്താനുള്ള നിർണായക നടപടിയായാണ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. നഴ്സറികളിൽ വർഷങ്ങളായി കിടന്നു വളർന്ന ഓയിൽ പാം തൈകൾ ഇനി പാഴാകില്ല. ശാസ്ത്രീയ പുനരുജ്ജീവന രീതികളിലൂടെ ഉപയോഗശൂന്യമെന്ന് കരുതിയ തൈകളെ വീണ്ടും കൃഷിയോഗ്യമാക്കാനുള്ള പുതിയ സാങ്കേതിക വിദ്യ ശ്രദ്ധ നേടുന്നു. ഭക്ഷ്യ എണ്ണയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുമെന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന ദേശീയ ഭക്ഷ്യ എണ്ണ ദൗത്യത്തിന്റെ ഭാഗമായി ഓയിൽ പാം കൃഷി വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങൾ രാജ്യവ്യാപകമായി പുരോഗമിക്കുകയാണ്. സാധാരണയായി 12 മുതൽ 14 മാസം വരെ പ്രായമുള്ള തൈകളാണ് വയലുകളിൽ നടുന്നത്. എന്നാൽ കൃഷി വ്യാപനത്തിലെ കാലതാമസം കാരണം ചില നഴ്സറികളിൽ തൈകൾ വർഷത്തോളം അവശേഷിക്കുന്നു. ഇതോടെ 12 മുതൽ 14 അടി വരെ ഉയരത്തിൽ വളർന്ന തൈകൾ കർഷകർ സ്വീകരിക്കാൻ മടിക്കുന്നു. ഇത്തരം തൈകളെ ഉപേക്ഷിക്കുന്നതിന് പകരം ശാസ്ത്രീയ രീതിയിൽ ഇലകൾ വെട്ടിനിരത്തി ജലനഷ്ടം കുറയ്ക്കുകയും കൃത്യമായ ജലസേചനവും പോഷക പരിപാലനവും ആരോഗ്യ നിരീക്ഷണവും നൽകുകയും ചെയ്യുന്ന പുനരുജ്ജീവന സാങ്കേതിക വിദ്യയാണ് ഇപ്പോൾ പ്രതീക്ഷയാകുന്നത്. ഇതിലൂടെ നഷ്ടമാകാനിരുന്ന നഴ്സറി തൈകൾ വീണ്ടും ഉൽപാദനക്ഷമമാക്കി കർഷകർക്കും കമ്പനികൾക്കും രാജ്യത്തിനും ഒരുപോലെ നേട്ടമുണ്ടാകുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.